മോദി സ്തുതിക്ക് വിലക്കില്ലാത്ത കേരളത്തിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് മിണ്ടിയാൽ നടപടിയെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ശശി തരൂരിന്റെ നിലപാടുകളെയും പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തെയും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി ഇത് പറഞ്ഞത്. പാലോട് രവി പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റുമാരുടെയും മനസ്സിലുള്ള കാര്യമാണെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസും പറഞ്ഞു. മോദി സ്തുതി നടത്താൻ കോൺഗ്രസിൽ ആർക്കും വിലക്കില്ല, അതിന് പരിപൂർണമായ ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും അനുകൂലമായിട്ട് നല്ലൊരു വാക്ക് പറഞ്ഞു പോകരുത് എന്ന പരസ്യമായിട്ടാണല്ലോ ശശി തരൂർ പറയുന്നത്. പാലോട് രവി പറഞ്ഞത് പരസ്യമായിട്ടല്ല. LDFന്റെ ഭരണം തുടർന്നും വരുമെന്ന് ഒരു DCC പ്രസിഡന്റ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ് പുറത്തു വന്നത്. കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റുമാരുടെയും ഒരു മനസ്സ് എന്തെന്നുള്ളൊരു പരിശോധന നടത്തിയാൽ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. ശശി തരൂർ ഇപ്പോൾ CPIM-ലായിരുന്നെങ്കിൽ എന്നേ പുറത്താകുമായിരുന്നു. റഹീസ് റഷീദ് ചേരുന്നു നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിങ് റഹീസ് റഷീദ്. CPM-ലായിരുന്നെങ്കിൽ എപ്പോഴേ പുറത്തായേനെ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നിർത്തുന്നിടത്തുനിന്ന് നമ്മൾ തുടങ്ങിയാൽ ഇവിടെ പാലോട് രവിയുടെ കാര്യത്തിലും സ്വിച്ചിട്ട പോലെയാണല്ലോ നടപടിയൊക്കെ പ്രഖ്യാപിച്ചത്. പക്ഷേ ശശി തരൂർ എത്ര കാലമായി ഈ പ്രകോപനം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആ പ്രകോപനങ്ങളുടെ അവസാനത്തെ ആണിയും അടച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും എന്തേ നടപടിയില്ല? ഈ വിമർശനങ്ങൾ നിലനിൽക്കുന്നതല്ലേ നമ്മളിപ്പോൾ കേട്ടവ? സുജി, അതാണ് CPIM എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയം രാഷ്ട്രീയമായി അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നത് എന്നതാണ് M.B. രാജേഷിൻ്റെയും ഒപ്പം P.A. മുഹമ്മദ് റിയാസിൻ്റെയും പ്രസ്താവന കൊണ്ട് പറയുന്നത്. സ്വാഭാവികമായും അവർ ചോദിക്കുന്ന ചോദ്യം കോൺഗ്രസിനകത്തെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം മോദി സ്തുതി നടത്തുന്ന, അതായത് പാലോട് രവി ഇവിടെ LDF-നെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് അറിയുക. പക്ഷേ ശശി തരൂർ രാജ്യവ്യാപകമായി അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്ന്, അതും കോൺഗ്രസിൻ്റെ പരമോന്നത ബോഡിയായ പ്രവർത്തക സമിതി അംഗമായി ഇരുന്ന് മോദി സ്തുതി നടത്തുമ്പോൾ ആ ശശി തരൂരിനെതിരെ ചെറുവിരലടക്കാൻ ഒരു നേതാവിനും, അത് സംസ്ഥാനത്തിനോ അതോ AICC-ക്കോ കഴിയുന്നില്ല. സംസ്ഥാനത്തെ ചില നേതാക്കൾ ഒറ്റപ്പെട്ട പ്രതിഷേധം, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ K. മുരളീധരനെ പോലെയുള്ള ആളുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു നടപടികളിലേക്ക് പോകാൻ KPCC നേതൃത്വത്തിന് അങ്ങനെ ഒരു റിക്വസ്റ്റ് AICC-ക്ക് മുമ്പിൽ വെക്കാൻ പോലും കഴിയുന്നില്ല. അതിൽ AICC നേതാവാണ്, അതുകൊണ്ട് AICC തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോഴാണ് CPIM രാഷ്ട്രീയമായി ഈ വിഷയം ഉയർത്തുന്നത്. പാലോട് രവിക്കില്ലാത്ത എന്ത് ഗുണമാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് മോദി സ്തുതി പറയുന്ന തരൂരിനുള്ളത് എന്ന പ്രസക്തമായ ചോദ്യം അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്.